എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ 12 Pro Maxൻ്റെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഫീച്ചറാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഇപ്രാവശ്യം ഐഫോൺ 12 Pro Maxൻ്റെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ബാക്കിയുള്ള ഐഫോൺ 12 സീരീസിനെ കാണുകയും എല്ലാം ബെറ്ററാണ് എന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത്. ഒരു സെൻസർ ഷിഫ്റ്റ് ടെക്നോളജി എന്നുള്ള ഒരു സംഭവം അവർ 12 Pro Maxൽ മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 12 Pro Max ഒരു ബൈക്ക് മൗണ്ട് ഉപയോഗിച്ച് ഒരു സൈക്കിളിൽ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു എക്സ്ട്രീം ടെസ്റ്റാണ്. ആരും സൈക്കിളിൽ ഫോൺ ഫിറ്റ് ചെയ്തുകൊണ്ട് പോകാറില്ല. പക്ഷേ ഈ ജേർക്സും നിരന്തരമായ മൂവ്മെൻറ്റും മറ്റും ഈ 12 Pro Max എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതിന് ഇതൊരു നല്ല ടെസ്റ്റായിരിക്കും. ഏതായാലും നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോയുടെ അവസാനം ഞാൻ ഇതെങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും. പ്ലീസ് എല്ലാവരും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു സ്റ്റാർട്ടപ്പ് ചാനലാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രോത്സാഹനമില്ലാതെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദയവായി എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇതുവരെ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. പൊതുവെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് 12 Pro Max പെർഫോം ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ചിലയിടങ്ങളിൽ ഈ സൈക്കിൾ കുഴിയിലും മറ്റും വീഴുമ്പോൾ വളരെ കാര്യമായിട്ടുള്ളൊരു ജെർക്ക് ഉണ്ടാകുമ്പോൾ ഒരു റോളിംഗ് ഷട്ടർ പോലുള്ള ഒരു ഇഫക്റ്റ് വരുന്നുണ്ട്.
അപ്പം അതുകൊണ്ട് വളരെ എക്സ്ട്രീം സിറ്റുവേഷൻസിൽ ഇത് ഇങ്ങനത്തെ വളരെ ജേർക്കി ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഡെഫിനറ്റ്ലി ക്യാമറയിൽ നമുക്ക് ആ ജെർക്ക് കാണാൻ പറ്റും. പക്ഷേ ഫോണുകളുടെ നിലവാരത്തിൽ വെച്ച് നോക്കുക, ഇതൊരു ഗോപ്രോ റീപ്ലേസ്മെൻ്റ് അല്ല. ഗോപ്രോ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസിൽ ബൈക്കിലും കാറിലും ഒന്നും ഇത് ഫിറ്റ് ചെയ്തിട്ട് ഒരു നല്ല സ്മൂത്തായിട്ടുള്ള വീഡിയോ വരും എന്ന് പ്രതീക്ഷിക്കരുത്. അത്രയും എക്സ്ട്രീം സിറ്റുവേഷൻസിൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ നോർമലായിട്ടുള്ള സിറ്റുവേഷൻസ്, അതായത് നിങ്ങളൊരു കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു വ്ളോഗ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓടുന്ന കുട്ടിയെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ മറ്റും ഉള്ള ജെർക്ക് ഇത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യും. അതുകൊണ്ട് ഫോണുകളുടെ നിലവാരത്തിൽ വെച്ച് വളരെ വളരെ മികച്ചതായിട്ടുള്ള ഒരു വീഡിയോ സ്റ്റെബിലൈസേഷൻ ഫീച്ചറാണ് iPhone 12 Pro Maxിലുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം.